അനന്തപുരിയുടെ ഹൃദയത്തിൽ ചരിത്രമുറങ്ങുന്ന കുറച്ച് മണ്ണുണ്ട്. കിഴക്കേക്കോട്ടയ്ക്കകത്ത് താലൂക്ക് ഓഫീസിന് മുൻവശത്താണ് ചരിത്ര പ്രാധാന്യമുള്ള ചിത്തിര തിരുനാൾ പാർക്ക്. ഒരിക്കൽ അയൺവില്ല പാർക്ക് അഥവാ ഇരുമ്പ് ബംഗ്ലാവ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ഓർമ്മയ്ക്ക് 1939 തിരുവിതാംകൂറിലെ ജനങ്ങൾ സ്വരൂപിച്ച ഫണ്ട് ഉപയോഗിച്ച് അന്നത്തെ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ പ്രതിമ സ്ഥാപിച്ചു. 1936 ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഇതിനു മുമ്പ് ഇവിടെയായിരുന്നു നഗരത്തിലെ മ്യൂസിയം. മൃഗങ്ങളെ പാർപ്പിക്കാൻ ഉദ്ദേശിച്ച് വലിയ പൊക്കത്തിൽ 4 ഭാഗവും ഇരുമ്പ് കൊണ്ടുള്ള നിർമ്മാണമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടം ഇരുമ്പ് ബംഗ്ലാവ് എന്നറിയപ്പെട്ടിരുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപ് ഇറ്റലിയിൽ നിർമ്മിച്ച് തിരുവിതാംകൂറിലെത്തിച്ച പ്രതിമ സ്ഥാപിച്ചപ്പോൾ പ്രതിമയുടെ 2 കണ്ണിലും കൃഷ്ണമണിക്ക് പകരം 2 വജ്രക്കല്ലുകളാണ് പതിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. രാജഭരണമായിരുന്നു. ഇരുമ്പ് ബംഗ്ലാവിനുള്ളിലായിരുന്നു പ്രതിമ. തൊട്ടടുത്ത് ചാല പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. എന്നിട്ടും പ്രതിമയിലെ തിളക്കമാർന്ന കൃഷ്ണമണികൾ മോഷണം പോയി. ചാല പോലീസ് കേസെടുത്തെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല. ഇന്നും ആ പ്രതിമയുടെ കണ്ണുകളുടെ സ്ഥാനം ശൂന്യമാണ്. മഹാരാജാവ് സ്വന്തം പ്രതിമയ്ക്ക് കണ്ണുകൾ വെക്കാൻ മെനക്കെട്ടില്ല. പകരം ജനങ്ങളുടെ കണ്ണുകൾ തുറപ്പിക്കാൻ പണിയെടുക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് വിമാനത്താവളം, മെഡിക്കൽ കോളേജ്, കേരള യൂണിവേഴ്സിറ്റി, KSRTC ഇതൊക്കെ ജനങ്ങൾക്ക് നൽകിയ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ശതകോടികളുടെ നിധി ഭാവി തലമുറയ്ക്ക് കല്ലറകളിൽ സൂക്ഷിച്ചു വെച്ചിട്ട് അദ്ദേഹം ജനങ്ങളിൽ ഒരാളായി മാറി. പിന്നീട് ജനാധിപത്യത്തിൻ്റെ വേലിയേറ്റമുണ്ടായി. രാഷ്ട്രീയക്കാരുടെ പ്രതിമകൾ നഗരത്തിൽ ഇടം പിടിച്ചു. അവരുടെ ഓർമ്മകൾ ആഘോഷിക്കപ്പെടുന്നു. നീണ്ട 86 വർഷങ്ങൾക്ക് ശേഷവും നാട് നന്നാക്കിയ അവസാനത്തെ രാജാവിൻ്റെ രാജകീയ പ്രതിമ ഏറ്റവും വലിയ നന്ദികേടിൻ്റെ നിശബ്ദ സ്മാരകമായി തുടരുന്നു. പ്രതിമയെ ചരിത്രത്തിൻ്റെ ഒരു മൂലയിൽ തള്ളിയിട്ട് സമൂഹം മുന്നോട്ട് പോകുന്നു. ഈ പ്രതിമയ്ക്ക് പുനരുദ്ധാരണം നടത്താനും കണ്ണുകൾ സ്ഥാപിക്കാനും അധികാരികൾ കണ്ണു തുറക്കണം. കണ്ണുള്ളവർ കാണണം. അനുഭവിക്കുന്ന സൗകര്യങ്ങൾക്ക് ഇത്തിരിയെങ്കിലും നന്ദി കാണിക്കണം.